ഗുഡ് മോർണിംഗ്. ഈ വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോളജിയിലെ സുവോളജി സെക്ഷനിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൗ കാൻ യു ഡിഫൈൻ ഹെൽത്ത്? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നു. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ജനിതക വൈകല്യങ്ങൾ, രോഗാണുബാധ, ജീവിതശൈലീ രോഗങ്ങൾ തുടങ്ങിയവ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിൽ രോഗങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന പല രോഗങ്ങളുമുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ എന്നിവ പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. രോഗമുണ്ടാക്കുന്ന ഇത്തരം ജീവികളെ രോഗകാരികൾ അഥവാ പാത്തോജൻസ് എന്ന് പറയുന്നു. ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. സാൽമണല്ല ടൈഫൈ എന്ന ബാക്ടീരിയയാണ് മനുഷ്യരിൽ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ദീസ് പാത്തോജൻസ് generally enter the small intestine through contaminated food and water. വൃത്തിഹീനമായ ആഹാരം, ജലം എന്നിവയിലൂടെ ഇവ ചെറുകുടലിലേക്ക് കയറി രക്തം വഴി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറുന്നു. ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. ഉയർന്ന പനി, 39 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള നല്ല പനി, ക്ഷീണം, വയറുവേദന, വിശപ്പില്ലായ്മ, മലബന്ധം, തലവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. വൈഡൽ ടെസ്റ്റ് എന്ന ഒരു കൺഫർമേഷൻ ടെസ്റ്റ് മുഖേനയാണ് ടൈഫോയിഡ് ഫീവർ സ്ഥിരീകരിക്കുന്നത്. ടൈഫോയിഡ് ചരിത്രത്തിലെ പ്രധാന സംഭവമാണ് ടൈഫോയിഡ് മേരിയുടെ കേസ്. അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിലെ പാചകക്കാരിയായിരുന്ന മേരി മാലൻ എന്ന സ്ത്രീ ഒരു ടൈഫോയിഡ് കാരിയറായിരുന്നു. ടൈഫോയിഡ് കാരിയറായിരുന്ന അവർ വർഷങ്ങളോളം അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെ ആളുകളിലേക്ക് രോഗം പകർത്തി. ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മലേറിയയെക്കുറിച്ചാണ്. മലേറിയ അഥവാ മലമ്പനി ഒരു പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന അസുഖമാണ്. പ്ലാസ്മോഡിയം വിഭാഗത്തിൽപ്പെട്ട പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയേ, പ്ലാസ്മോഡിയം ഒവേൽ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നീ രോഗകാരികളാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം വളരെ അപകടകാരിയാണ്. പെൺ അനോഫിലസ് കൊതുകുകളാണ് പ്ലാസ്മോഡിയം എന്ന രോഗകാരികളെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നത് പെൺ അനോഫിലസ് കൊതുകിലും മനുഷ്യരിലുമായിട്ടാണ്. ഇതിൻ്റെ ജീവിതചക്രം എങ്ങനെയാണെന്ന് നോക്കാം. പ്ലാസ്മോഡിയം ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ് വിച്ച് റിക്വയർസ് 2 hosts ഫോർ ദി കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ്. പ്ലാസ്മോഡിയം ഒരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. ഇതിൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കാനായി ഇതിന് 2 ആതിഥേയർ ആവശ്യമുണ്ട്. മാൻ ഈസ് ദ പ്രൈമറി ഹോസ്റ്റ് ആൻഡ് Anopheles mosquito is the secondary host or vector. Plasmodium enters the body as sporozoid, which is the infectious form through the bite of infected Anopheles mosquito. Sporozoids undergo multiplication in the liver cells and then attack the RBC, resulting in their rupture. The rupture of RBC is associated with the release of toxic substances known as hemozoin, which is responsible for chill and recurrent fever every 3 to 4 days. സ്പോറോസോയിറ്റ് എന്ന ഇൻഫെക്ഷ്യസ് ഫോമിലാണ് പ്ലാസ്മോഡിയം കൊതുക് കടിയിലൂടെ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. സ്പോറോസോയിറ്റ്സ് കരളിലെ കോശങ്ങളിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിനുശേഷം അവ റെഡ് ബ്ലഡ് കോർപ്പസൽസിനെ RBCയെ ആക്രമിക്കുകയും അതിൻ്റെ ഫലമായി RBC റപ്ചർ ചെയ്യുകയും ചെയ്യുന്നു. RBC റപ്ചർ ചെയ്യുന്നതിലൂടെ അതിനകത്തു രൂപപ്പെട്ട ഹീമോസോയിൻ എന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് പുറത്തു വരികയും ഇതുമൂലം
3-4 ദിവസങ്ങൾ ഇടവിട്ട് വിറയലോട് കൂടിയ പനി അനുഭവപ്പെടുന്നു. മലേറിയ ബാധിച്ച ഒരാളെ അനോഫിലസ് കൊതുകുകൾ കടിക്കുമ്പോൾ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് മലേറിയയുടെ രോഗാണുക്കൾ കടക്കുന്നു. പിന്നീട് ഈ രോഗാണുക്കളുടെ ജീവിതചക്രത്തിൻ്റെ ഭാഗമായുള്ള വളർച്ച നടക്കുന്നത് ഈ കൊതുകിൻ്റെ ശരീരത്തിൽ വെച്ചാണ്. ഈ മലേറിയൽ പാരസൈറ്റുകൾ പിന്നീട് കൊതുകിൻ്റെ ശരീരത്തിനുള്ളിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സ്പോറോസോയിറ്റുകൾ രൂപപ്പെടുകയും ഈ സ്പോറോസോയിറ്റുകൾ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു കൊതുക് ഒരു ആരോഗ്യവാനായ മനുഷ്യനെ കടിക്കുമ്പോൾ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ നിന്നുള്ള സ്പോറോസൈറ്റുകൾ ഈ ആരോഗ്യവാനായ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ കൊതുകിലും മനുഷ്യനിലുമായി മലേറിയയുടെ പാരസൈറ്റുകൾ അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കുന്നു. ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷിയും രോഗപ്രതിരോധ വ്യവസ്ഥയും. The system that gives immunity to the body by recognizing, responding and remembering foreign antigens. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന ഏതൊരു അന്യവസ്തുവിനെയും തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും അത് മെമ്മറിയിൽ സൂക്ഷിച്ച് രണ്ടാമതൊരു തവണ അതേ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന പ്രധാന അവയവങ്ങളും കോശങ്ങളുമാണ് ലിംഫോയിഡ് ഓർഗൻസ്, ടിഷ്യൂസ്, സെൽസ്. അതുപോലെ തന്നെ ചില സോല്യുബിൾ മോളിക്യൂൾസ് ഉണ്ട്, ആൻറ്റിബോഡീസ് പോലെയുള്ള ചില മോളിക്യൂൾസ്. ഇവ അലർജിക് റിയാക്ഷനിലും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. എന്താണ് ലിംഫോയിഡ് ഓർഗൻസ്? ദ ഓർഗൻസ് വേർ ഒറിജിൻ, മെച്ചുറേഷൻ ആൻഡ് പ്രൊലിഫറേഷൻ ഓഫ് ലിംഫോസൈറ്റ് ഒക്കർ. ലിംഫോസൈറ്റുകളാണ് പ്രധാനമായും രോഗപ്രതിരോധ ശേഷി നൽകുന്നതിൽ നമ്മളുടെ ശരീരത്തിൽ ഉള്ളത്. ഈ ലിംഫോസൈറ്റുകൾ ഒറിജിനേറ്റ് ചെയ്യുകയും അതിൻ്റെ മെച്ചുറേഷൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊലിഫറേഷൻ എല്ലാം നടക്കുന്ന അവയവങ്ങളെയാണ് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇവ 2 തരമുണ്ട്, പ്രൈമറി ലിംഫോയിഡ് ഓർഗനുകളും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനുകളും. പ്രൈമറി ലിംഫോയിഡ് ഓർഗനുകളിൽ സാധാരണഗതിയിൽ ലിംഫോസൈറ്റുകളുടെ നിർമ്മാണം നടക്കുകയാണ്. എന്നാൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനുകളിൽ ഈ ലിംഫോസൈറ്റുകൾ മെച്ചുറേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊലിഫറേഷനും നടക്കുകയാണ് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി. ദ ഓവറോൾ എബിലിറ്റി ഓഫ് ആൻ ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫൈറ്റ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസംസ്. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന പാത്തോജൻസിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, ആ കഴിവിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി 2 തരത്തിലുണ്ട്, ഇന്നേറ്റ് ആൻഡ് acquired. Innate immunity is an immunity present at the time of birth. It is also known as non-specific type of defense. ജന്മന നമ്മൾക്ക് ലഭിക്കുന്ന രോഗപ്രതിരോധ ശേഷിയെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ലൈഫ് ടൈം വിച്ച് ഈസ് പാത്തോജൻ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. ജനനശേഷം നമ്മൾ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത് പാത്തോജൻ സ്പെസിഫിക് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പാത്തോജൻ സ്പെസിഫിക് അല്ല. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ബാരിയേഴ്സ് ടു ദി എൻട്രി ഓഫ് ഫോറിൻ ഏജൻറ്റ്സ് ഇൻ ടു അവർ ബോഡി. ദേ ഇൻക്ലൂഡ് physical barriers, physiological barriers, cellular barriers and cytokine barriers. നമ്മുടെ ശരീരത്തിലേക്ക് അന്യവസ്തുക്കൾ കടക്കുന്നത് തടയുന്നത് ചില ബാരിയറുകൾ കൊണ്ടാണ്. ഈ ബാരിയറുകൾ അഥവാ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ശരീരത്തിനുള്ളിലേക്ക് വസ്തുക്കൾ കയറുന്നത് തടയുന്നു. ചില ബാരിയറുകൾ കൊണ്ട് ഇത് തടസ്സപ്പെടുത്തുകയും അങ്ങനെ നോൺ സ്പെസിഫിക്കായി ഈ സംവിധാനങ്ങൾ പാത്തോജൻസിനെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുന്നു. അതിൽ ഒന്നാമത്തത് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫോർ എക്സാമ്പിൾ സ്കിൻ.
which prevents the entry of foreign bodies into our body. Then another physical barrier is mucus coating of the lining of respiratory, gastrointestinal and urinogenital tracts to trap microbes. This mucus coating entraps the microbes which in turn act as a barrier. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന അന്യവസ്തുക്കളെ തടയുന്നതിൽ പ്രധാനമായിട്ടും സ്കിൻ ഒരു റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂക്കസ് കോട്ടിംഗ് റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലും യൂറിനോജെനിറ്റൽ ട്രാക്റ്റിലൊക്കെ കാണപ്പെടുന്ന മ്യൂക്കസ് ഈ മൈക്രോബുകളെ ട്രാപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഇൻക്ലൂഡ്സ് acid in the stomach, saliva, tear from eyes, etc. And third one is cellular barrier. Cellular barrier is non-specific. Phagocytes like WBC, example neutrophils, or polymorphonuclear leukocytes, PMNL, monocytes, and natural killer lymphocytes, macrophages, etc. attack and kills the pathogens which enters into our body. മോണോസൈറ്റ്, മാക്രോഫേജ്, ന്യൂട്രോഫിൽ പോലെയുള്ള കോശങ്ങൾ ഉള്ളിലേക്ക് വരുന്ന അന്യ വസ്തുക്കളെ എൻട്രാപ്പ് ചെയ്ത് ഫാഗോസൈറ്റോസിസിലൂടെ നശിപ്പിക്കുന്നു. ഫോർത്ത് വൺ ഈസ് സൈറ്റോകൈൻ ബാരിയർ. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ്സ് എ പ്രോട്ടീൻ കോൾഡ് ഇന്റർഫെറോൺ വിച്ച് പ്രൊട്ടക്ട്സ് നോൺ ഇൻഫെക്റ്റഡ് സെൽസ് ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. വൈറസ് ബാധിച്ച ഒരു കോശം ഇന്റർഫെറോൺ എന്നൊരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇന്റർഫെറോൺ വൈറസ് ബാധിക്കാത്ത കോശങ്ങളിൽ അറ്റാച്ച് ചെയ്യുന്നതിലൂടെ തുടർന്നുള്ള വൈറസ് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നു. അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തോജൻ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. എങ്ങനെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ മെമ്മറി നിലനിൽക്കുന്നത്? When first encounter with the pathogen occurs, there is a low intensity primary response to that particular antigen. And when the second encounter with the same pathogen occurs, there is high secondary response to that antigen. എങ്ങനെയാണ് ഈ ഒരു മെമ്മറി പവർ അവിടെ നിലനിൽക്കുന്നത്? The primary and secondary immune responses are carried with the help of B lymphocytes and T lymphocytes. B lymphocytes produce antibodies which fight with pathogens. T lymphocytes help B cells to produce antibodies. ലിംഫോസൈറ്റുകളുടെ രണ്ട് വിഭാഗമാണ് ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ബി ലിംഫോസൈറ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികളാണ് ആൻറ്റിജനുകൾക്കെതിരെ അല്ലെങ്കിൽ പാത്തോജനുകൾക്കെതിരെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത്. ഈ ബി ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഫാഗോസൈറ്റോസിസ് അതുപോലെ തന്നെ മറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസുകളിലൂടെ പാത്തോജനെ ഇല്ലാതെയാക്കുന്നു. സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിബോഡി. Each antibody has 4 polypeptide chains in which 2 are small light chains and 2 are larger heavy chains. An antibody has an antigen binding site where the antigen attaches. This antigen binding site is so specific that it can detect any of the antigens which enters into our body. These antigens are attached on the antigen binding site and they are presented to ഫാഗോസൈറ്റോസിസ്. ആൻറ്റിബോഡിയിൽ കാണപ്പെടുന്ന രണ്ട് പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. ഒരു ലൈറ്റ് ചെയിനും ഒരു ഹെവി ചെയിനും. ആൻറ്റിബോഡികൾ 5 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ഇൻക്ലൂഡ് IgA, IgG, IgM, IgE and IgD. IgA or immunoglobulin A is a dimer. IgM is a pentamer. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ആൻറ്റിബോഡികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതുവരെ പഠിച്ചതിൽ നിന്നും കുറച്ച് അസൈൻമെൻറ്റുകൾ നോക്കാം. മനുഷ്യനെ ബാധിക്കുന്ന ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ അസുഖങ്ങൾ കണ്ടെത്തി അത് നിങ്ങളുടെ നോട്ട്ബുക്കുകൾ എഴുതുക.
കൊതുക് നിർമ്മാർജ്ജനം വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം? വാട്ട് ആർ ദി 4 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഇൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? Draw a neat and labeled diagram of antibody molecule.